സാറ് മാധ്യമപ്രവർത്തകനായിരുന്നല്ലോ. അപ്പൊ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സമൂഹത്തിനെ എങ്ങനെ സാർ നോക്കി കാണുന്നു? അത് സമൂഹത്തെ നോക്കി കാണാൻ സമൂഹം ഇപ്പൊ കുറച്ചുകൂടെ പഴയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ, ഇപ്പോൾ ശരിക്ക് ഈ മാധ്യമം വല്ലാതെ നമ്മുടെ സ്വകാര്യതയിലേക്ക് ഉള്ള കടന്നുകയറ്റം. പഴയ കാലത്ത് ഉണ്ടായിരുന്നതിനെ അത് അന്നൊക്കെ ഈ നമ്മളുടെ ചില എത്തിക്സ് ഉണ്ടായിരുന്നു. പത്രപ്രവർത്തനത്തിനൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ പറഞ്ഞു വെച്ച ഒരു എത്തിക്സ്, അതല്ലെങ്കിൽ നമ്മളുടെ ധാർമ്മികത, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പോ ഒരു വാർത്ത, മറ്റാർക്കും കിട്ടാത്തൊരു വാർത്ത, അതെന്തായിക്കൊള്ളേ, ഒരു മനുഷ്യനെ കൊല്ലുന്ന എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കും. അപ്പൊ ആ രീതിയിലേക്കാണ് മാധ്യമം. അത് മത്സരം കൊണ്ടാ വന്നിരിക്കുക. മത്സരം എന്ന് പറയുന്നത് ദൃശ്യമാധ്യമം ആയിക്കോട്ടെ, പിന്നെ അച്ചടി മാധ്യമം, ഇതൊക്കെ മത്സരങ്ങളുടെ ഒരു വലിയ പിന്നെ അവസ്ഥയില് അത് ശരിക്ക് ഇതിന്റെ ഇടയിൽ ചെറുകിട മാധ്യമങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അത് വേറൊരു വിഷയം. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പിന്നെ ഒരു വിധത്തില് സമൂഹത്തിന് ഇതുകൊണ്ട് കുറെ നേട്ടങ്ങളുണ്ട്, അതോടൊപ്പം തികച്ചും ചില കോട്ടങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഒരേ വാർത്ത തന്നെ ഇപ്പോ നിങ്ങൾക്കും എനിക്കും അറിയാം, ഈ ഇന്ന ചാനലിൽ ഇന്ന പത്രത്തിൽ ഇതേ വാർത്ത വരും നമുക്കറിയാം, കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ മറ്റതിൽ അതല്ല വരിക. അതായത് ഒരു ചാനലിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു വാർത്ത മറ്റേ ചാനലിൽ ഈ ഹൈലൈറ്റിൽ പോലും വരത്തില്ല. ഏറ്റവും ചിലപ്പോ അത് നെഗ്ലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പത്രങ്ങളിലും അങ്ങനെ വെണ്ടക്കയില് മെയിൻ സ്റ്റോറി ആയിട്ട് വരുന്ന ഒരു വാർത്ത മറ്റു പത്രങ്ങളിൽ 5-ാം പേജിലോ 6-ാം പേജിലോ ഒരു വരി വന്നെങ്കിലായി, ചിലതൊന്നും കൊടുക്കുന്നതല്ല. അപ്പൊ ഈ ഒരു പിന്നെ മാധ്യമങ്ങളുടെ ഈ ഒരു രീതി സ്വാഭാവികമായും വായനക്കാർക്കും സമൂഹത്തിനും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വായനക്കാർക്ക് കൃത്യമായിട്ടറിയാം എവിടെയാണ് സത്യം ഒളിഞ്ഞു കിടക്കുന്നത്. അത് പത്രം പറയുന്നിടത്തല്ല, അതിന്റെ ഈ രണ്ട് പത്രങ്ങളുടെയും ഇടയിലാണ് അത് കിടക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് ചാനലുകളുടെ വാർത്തകൾക്കിടയിലാണ് സത്യം കിടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് സമൂഹത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് മാധ്യമ ഈ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്? എന്താണ്? ഇല്ല, നിർത്തിവെച്ചു എന്ന് പറഞ്ഞൂടാ. കാരണം അത് എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഗൾഫ് ആണ് എന്നെ ഇതിൽ നിന്ന് മാറ്റിയത്. അതല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനായിക്കൊണ്ട് കഥയും എഴുതിക്കൊണ്ട് ജീവിക്കുകയായിരിക്കും. പിന്നെ ഞങ്ങൾ ജേർണലിസം കഴിയുന്ന കാലത്ത് ദൃശ്യമാധ്യമങ്ങൾ ഇത്ര സജീവമായിട്ടില്ല. അന്ന് നമ്മളുടെ ഈ ചാനലുകളൊക്കെ വളരെ റയറാണ്. ഇപ്പോഴാണ് അത് സജീവമായത്. പക്ഷെ എങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പിന്നെ ഒരു പ്രവാസിയായതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തനത്തിന് മാറി നിന്നത്. പക്ഷെ എന്നെ നാടിനോട് അടുപ്പിക്കുന്നത് കഥയും ജീവിതവും ഒക്കെയാണ്. എന്നാൽ ഇനി ഇപ്പോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം പോലെ നിങ്ങൾ ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രവാസത്തിൽ നിന്നുള്ള കഥകളും മറ്റതെല്ലാം. അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാം. ഇനി മാധ്യമ മേഖലയിലേക്ക് തിരിച്ചുവരവുണ്ടാവോ? അങ്ങനെ മോഹിച്ചൂടാ. കാരണം എനിക്ക് തോന്നുന്നത് ഇനി പിന്നെ നമ്മളുടെ കാലഘട്ടത്തിലുള്ള ഒരു മാധ്യമ കൾച്ചർ, അതല്ലെങ്കിൽ ഒരു മാധ്യമ രീതിയൊന്നുമല്ല ഇപ്പൊ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ പോലെയുള്ള വളരെ യങ്സ്റ്റേഴ്സൊക്കെ സജീവമായി പിന്നെ രംഗത്ത് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു രംഗത്ത് ഇനിയിപ്പോ നമ്മള് ഒരു പഴയ കാലത്തെ ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം ഓടിയെത്താൻ വളരെ വിഷമമായിരിക്കും. അതേസമയത്ത് ഇവിടെ തന്നെ നിന്നുകൊണ്ട് നമ്മള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഒപ്പം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതായാലും മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് എനിക്ക് താല്പര്യം ഇപ്പൊ ഇല്ല. അതേസമയത്ത് എഴുത്തിന്റെ മേഖല വീണ്ടും സജീവമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേറ്റവും പ്രധാനം ഇപ്പൊ പല ആളുകളും പിന്നെ മലയാളത്തിൽ കൊണ്ടാടുന്ന 2 പിന്നെ കൃതികളെ കുറിച്ച് പറയാം. നിങ്ങള് ആടുജീവിതം, ബെന്യാമിന്റെ അവാർഡൊക്കെ കിട്ടിയത്, അതുപോലെ ഗദ്ദാമ. അപ്പോ പൊതുവെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വിചാരം ഗൾഫ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഈ ആടുജീവിതവും ഗദ്ദാമ ജീവിതവും വളരെ നരകിച്ച് ക്രൂരന്മാരായ ഒരുപറ്റം ആളുകളാണ് ഇപ്പോഴും ഈ അറബ്സ് എന്നുള്ള ഒരു ധാരണ ആ 2 നോവലും ആ 2 കൃതിയും, ഒന്ന് നോവലും ഒന്ന് ചെറിയൊരു അനുഭവക്കുറിപ്പും വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഇത് വളരെ റയറായ 1% ആണ് ഇപ്പൊ ഈ ആടുജീവിതമൊക്കെ നയിക്കുന്നത്. പക്ഷെ സ്വാഭാവികമായും ഇതിൽ കൂടുതൽ എത്രയോ ആളുകള്, ഇടത്തരം ആളുകള് വളരെ നല്ല ജോലി ചെയ്യുകയും സൗഭാഗ്യം അവിടെ എത്തിയതിനു ശേഷം കുടുംബവും വീടും നാടും ഒക്കെ നന്നാക്കിയെടുത്ത ഒരു ഇടത്തരം മനുഷ്യരും അവരുടെ ജീവിതവും അവരുടെ ആദികളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊന്നും മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല.
അപ്പൊ എന്റെ ഒരു ഡ്രീം വർക്ക് ഞാൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അത് നേരത്തെ ഉണ്ട്. അതായത് ഞാൻ ജീവിച്ച ഒരു 10-17 വർഷം ഞാൻ കണ്ട എന്റെ ജീവിതം ഏറ്റവും നല്ല കാലം ഞാൻ കൊടുത്തത് ജിദ്ദ എന്നുള്ള മഹാനഗരത്തിലാണ്. അപ്പൊ ആ മഹാനഗരത്തിൽ ഇപ്പോഴും ശരിക്കും നമ്മുടെ കരുവാരക്കുണ്ട് പൂക്കോട്ടുംപാടൊക്കെ ഉള്ള അതേപോലെയുള്ള സിറ്റികൾ വരെയുണ്ട്. കാരണം കംപ്ലീറ്റ് മലയാളികളിൽ തന്നെ മലപ്പുറത്തുകാര് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പിന്നെ വോട്ട് ചെയ്യുക എന്നുള്ള നോട്ടീസ് വരെയൊക്കെ ഉള്ള ഒരു ഇത്. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു വർക്ക് എന്റെ മനസ്സിലുണ്ട്. അത് എഴുതണം ഞാൻ ആഗ്രഹിക്കുന്നു. കുടുംബം, എന്റെ സാഹിത്യം, എന്റെ മറ്റ് വായന, അതിലൊന്നും ഇടപെടാറില്ല. അവര് എന്ന് പറഞ്ഞാൽ എന്റെ പിന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യതയോടുകൂടെ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന് നമ്മുടെ കൂടെ ഉണ്ട്. മക്കള് പിന്നെ മുതിർന്നവൻ ബികോമിന് പഠിച്ചു, ഫസ്റ്റ് ഇയറിന് പഠിച്ചു. ചെറിയവന് 3ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. അതിന്റെ താഴെയുള്ള ഒരാള് 4 വയസ്സായി. ഇത്രേ ഉള്ളൂ. പിന്നെ ഭാര്യ ഒരു ഇടപെടലും സാഹിത്യത്തിലോ ഇനിയിപ്പോ പിന്നെ വായിച്ച ഒരു നിരൂപകയൊന്നുമല്ല. ഞാൻ പറയുമ്പോ അവരൊരു സാധാ കുടുംബിനിയായിട്ട് വീട്ടില് അടങ്ങിയിരിക്കും. പുതിയ വർക്കുകൾ എന്തൊക്കെയാണ് സാറിന്റെ? പുതിയ നോവലുകൾ? അതായത് നോവൽ ഈ വർക്ക് ഞാനിപ്പോ ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളോട് പറഞ്ഞ ഈ ഗൾഫ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് അതില് ഞാൻ അടിവരയിടുന്ന ഒരു സംഗതി ഇതാണ്. അതായത് ഈ പിന്നെ അവിടെ എത്തിയതിനു ശേഷം ഈ സൗദി അറേബ്യ മാത്രമല്ല അറബ് രാജ്യങ്ങളുടെ കനിവ് കൊണ്ട് നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ മരുഭൂമി ഒരാളെയും തിരസ്കരിച്ചിട്ടില്ല. വളരെ അപൂർവം. ആ തിരസ്കരിക്കാൻ ചില ആളുകൾക്ക് വളരെ സമയം പിടിക്കും. ചില ആളുകൾ പെട്ടെന്ന് മരുഭൂമി അനുഗ്രഹിക്കും. ചില ആളുകൾ വളരെ സ്ലോ അനുഭവം. അപ്പൊ ഇങ്ങനെ അനുഗ്രഹങ്ങൾ നേടിയ കുറേ ആളുകളുണ്ട്. പിന്നെ അതുപോലെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ കുറെ ആളുകളുണ്ട്. പിന്നെ അതുകൊണ്ട് ജീവിതം ഇപ്പോ ഒരു പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ജനിക്കുകയും അവിടെ തന്നെ വിദ്യാഭ്യാസം നേടുകയും അവിടെ തന്നെ വളരുകയും ഇങ്ങനെ ചെയ്യുന്ന നമ്മുടെ ഒരു തലമുറയുണ്ട്. അപ്പൊ ഇത് കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ട് പിന്നെ ഈ ഗൾഫിലുള്ള ആളുകൾ ഇവിടെ നാട്ടിൽ വരുമ്പോൾ 10-20 വർഷം അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, കുറച്ചു കാലം നിന്ന് വീണ്ടും തിരിച്ചു പോകുന്നൊരവസ്ഥ, ഇങ്ങനെ ഇതെല്ലാം പാട് വെച്ചുകൊണ്ടുള്ള ഒരു നോവൽ, അതെന്റെ ഒരു വർക്കാണ്. പിന്നെ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് എന്റെ ഒരു കഥാസമാഹാരം, അതിപ്പോ ഏകദേശം അച്ചടിന്റെ വക്കത് എത്തിയിരിക്കുന്ന വവ്വാലുകളുടെ വഴികൾ എന്നാണ് ആ കൃതിയുടെ പേര്. ഉള്ളൂ ഇപ്പൊ എന്റെ കയ്യിൽ. സാറിന് എന്താണ് ഞങ്ങളെ യുവതലമുറയോട് പറയാനുള്ളത്, എഴുത്തിന്റെ ആളുകളോട് ഒക്കെ പറയാനുള്ളത് എന്താണെന്നുള്ളത്? അതായത് പിന്നെ എഴുതി തുടങ്ങുന്ന ആളുകളോട് വിശേഷിച്ചൊന്നും പറയാൻ ഇല്ല എന്ന് പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ എഴുത്തില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരാൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കേണ്ടവനല്ല എഴുത്തുകാരൻ. അവനവന്റെ വഴി അവനവൻ കണ്ടെത്തുക. എന്നിട്ട് അവനവൻ ഇപ്പോ MT ഇടക്കിടക്ക് പറയുന്ന ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു വഴിവിട്ട് 1000 പേർ പോയ വഴിയിലൂടെ നമ്മൾ പോകാതെ 1001 വഴി നാം സ്വയം സൃഷ്ടിച്ചെടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ വായന ഒരു വലിയ ഘടകമാണ്. പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഇന്റർനെറ്റ്, ബ്ലോഗ് ഇതിന്റെയൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ പോലും വായന ഏറ്റവും അധികം വായിക്കുക, പഴയ ക്ലാസിക് കൃതികളൊക്കെ വായിക്കുക. അതുപോലെ തന്നെ ഇപ്പോ എനിക്ക് എല്ലാ പുതിയ എഴുതി തുടങ്ങുന്ന ഞാനടക്കമുള്ള എല്ലാവരോടും പറയാനുള്ളത്, എഴുതി തുടങ്ങുന്ന ആളുകളൊക്കെ ശരിക്കും ബഷീറിന്റെ കഷണ്ടിയിൽ നിന്ന് എഴുതി തുടങ്ങണം എന്നാണ്. അതായത് ബഷീറിൽ നിന്നെങ്കിലും നാം എഴുത്താരംഭിക്കണം. അതിന്റെ മുമ്പുള്ള നമ്മുടെ ആളുകളുടെ എഴുത്തുകളൊക്കെ വായിക്കണം. എങ്കിൽ പോലും നമുക്ക് തൊട്ടു മുമ്പേ ഉണ്ടായ ഈ മഹാന്മാരായ എഴുത്തുകാരിൽ നിന്ന് വായന തുടങ്ങി അതിൽ നിന്ന് പിടിച്ചുകൊണ്ടാണ് നാം മുന്നേറേണ്ടത്. അവനവന്റെ വഴി അവനവൻ തന്നെ കണ്ടെത്തുക, പുതിയ വഴികൾ വെട്ടിത്തെളിയിച്ച് തന്റേതായ ഇരിപ്പിടം ഉണ്ടാക്കിയെടുക്കുക. അതിനാവട്ടെ പരിശ്രമം എന്ന് എനിക്ക് പറയാം. ഇന്നത്തെ അരമണിക്കൂർ അവസാനിക്കുമ്പോൾ സാറ് ഒരുപാട് വിശേഷങ്ങൾ നമ്മളത് പറഞ്ഞു. സാറിന്റെ പുതിയ വർക്കുകൾ ഇനി വരാനിരിക്കുന്നു. അതും ഇതുപോലെ തന്നെ നല്ല നല്ല ആശയങ്ങൾ എല്ലാവർക്കും പകർന്നു നൽകാൻ ഉതകുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം സാർ. ചാരയുടെ താഴത്തിന്റെ ഇന്നത്തെ എപ്പിസോഡോട് പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു അതിഥിയുമായി കണ്ടുമുട്ടാം. അതുവരെ